പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. വീഡിയോ കണ്ടാൽ മാത്രം പോരാ, സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ഒരു ലൈക്ക് കൊടുക്കാനും ആരും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ റെസിപ്പിയിലേക്ക് പോകാം. ഇന്നത്തെ റെസിപ്പി കുഴിമന്തിയാണ് ചെയ്യാൻ പോകുന്നത്. ചിക്കൻ മന്തി എന്നൊക്കെ പറയും. ഇത് നമുക്ക് വളരെ ടേസ്റ്റിൽ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ഇത് തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്ത് വച്ചിരിക്കുന്നത്. ഇത് സാധാ വരഞ്ഞു കൊടുക്കുന്നതിന് പകരം ഒരു ഷാർപ്പായിട്ടുള്ള കത്തി കൊണ്ട് കുത്തിയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ചെയ്യുവാണെങ്കിൽ മസാലകളൊക്കെ ചിക്കൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് നല്ലൊരു ടേസ്റ്റിൽ നമുക്ക് റെഡിയാക്കി കിട്ടും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാ ഉള്ളതെന്ന് വെച്ചാൽ അത് വെച്ചിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. ഇനി ചിക്കനിലേക്കുള്ള മസാലകൾ എന്തൊക്കെയാണ് ചേർക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓരോന്നായിട്ട് പറഞ്ഞുതരാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ആഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു ചെറിയ സവോള ചെറുതായി കട്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ക്യാപ്സിക്കം ആണ്. ഇത് വളരെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതങ്ങ് ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ഷാജീരയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. സാദാ ജീരകം ചേർത്താലും മതിയാകും. അതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ആഡ് ചെയ്യണം. ഇത്രയേ ഉള്ളൂ പൊടികളെല്ലാം കൂടെ ചേർക്കാൻ പോകുന്നത്. ഇതിലേക്ക് ചിക്കൻ്റെ ഫ്ലേവറൊക്കെ മാറി നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നാരങ്ങാനീര് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് കളറിനായിട്ട് ഞാനിവിടെ കുങ്കുമപ്പൂവാണ് എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങളത് മഞ്ഞൾപ്പൊടി ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ റെഡ് കളറിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡർ ഒന്നും ആഡ് ചെയ്യാൻ നിൽക്കുന്നില്ല. കുറച്ച് ഫുഡ് കളറാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഇത് സ്കിപ്പ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. പിന്നെ അതിലേക്ക് ചേർക്കേണ്ടത് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ്. പിന്നെ ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത് കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിന ഇലയും കൂടി നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫൈനലി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് മാഗിയുടെ ചിക്കൻ ക്യൂബാണ്, ചിക്കൻ സ്റ്റോക്ക്. ഇത് ആ ഒരു പാക്കറ്റിൽ 2 ചെറിയ കട്ടകൾ കാണാം. അതൊന്ന് കൈകൊണ്ട് ഉടച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് ഒരുപാട് ചേർത്ത് കൊടുക്കരുത്, കാരണം ഇതിൽ നല്ല ഉപ്പാണ്. നമ്മളിത് ചേർത്ത് കൊടുക്കുന്ന കുറച്ച് കൂടുതലാണെങ്കിൽ ഉപ്പ് വളരെ കൂടിപ്പോകും. അപ്പം ഇത് നോക്കിയതിന് ശേഷം പിന്നീട് ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇത്രയും കാര്യങ്ങളാണ് ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതൊരു 2 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ഇനി റൈസ് റെഡിയാക്കി എടുക്കാം. അതിലേക്ക് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. ഇനി അതിലേക്ക് ആവശ്യമുള്ള സ്പൈസസ്, ഇവിടെ ഞാനൊരു 5 ഏലക്കയാണ് ചേർക്കുന്നത്. അതുപോലെ 5 ഗ്രാമ്പു ഇടുക, 2 പീസ് കറുവപ്പട്ട ഇട്ട് കൊടുക്കുക, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് സ്കിപ്പ് ചെയ്യാതെ ആഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഡ്രൈ ലെമൺ. അപ്പോൾ ഇത് കിട്ടുവാണെങ്കിൽ എല്ലാവരും ഇതൊന്ന് ആഡ് ചെയ്തേക്കണേ. ഇത് ആഡ് ചെയ്താൽ മാത്രമേ നമുക്കൊരു നല്ലൊരു ടേസ്റ്റിൽ, നല്ലൊരു പെർഫെക്റ്റ് ടേസ്റ്റിൽ കിട്ടത്തുള്ളൂ. ഞാൻ എടുത്തിരിക്കുന്നത് ആൽവലമയുടെ ബസ്മതി റൈസ് ആണ്. ഇതൊരു 20 മിനിറ്റ് നേരം കുതിർത്ത് വെച്ചതിന് ശേഷം ഡ്രെയിൻ ചെയ്തെടുത്തതാണ്. ഇങ്ങനെ ഡ്രെയിൻ ചെയ്തെടുത്ത റൈസ് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ അരി പരസ്പരം ഒട്ടിപ്പിടിക്കാതെ നല്ലപോലെ വേറിട്ട് നിൽക്കുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളമാണ് ആഡ് ചെയ്യേണ്ടത്. ഇവിടെ ഞാൻ 2 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് വേണ്ടിയിട്ട് ഒരു 5 കപ്പ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. ഇതിലേക്ക് അല്പം നാരങ്ങാനീരും കൂടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മുടെ റൈസ് ഒന്ന് വേവിച്ചെടുക്കാം. ഇതൊരു 75% മുതൽ 80% വരെ വേവിച്ചെടുത്താൽ മതിയാകും. ബാക്കിയുള്ളത് നമ്മൾ വേവിക്കുന്നത് ദം ചെയ്തിട്ടാണ്. അപ്പം അത്രയും റെഡിയാക്കി എടുത്തതിന് ശേഷം നമുക്കിത് ചിക്കനും കൂടെ വേവിച്ച് അതിൻ്റെ മേലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ നമ്മുടെ റൈസും റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. 2 മണിക്കൂറിന് ശേഷം മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാൻ പോവുകയാണ്. ഇതിലേക്ക് ഇനി ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമ്മൾ വേവിക്കുന്ന പാത്രത്തിൽ വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതിയാകും. ചിക്കൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസും കൂടി ഇതിൻ്റെ മേലിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഫൈനലായിട്ട് നമ്മൾക്ക് നമ്മുടെ റെസ്റ്റോറൻറ്റിലും ഹോട്ടലിലും ഒക്കെ കിട്ടുന്ന പോലെ ആക്കിയെടുക്കുന്നെങ്കിൽ ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. ഇവിടെ റൈസ് ഏകദേശം ഒരു 80%ഓളം വേവിച്ചെടുത്തതാണ്. ഇനി നമ്മൾ ലാസ്റ്റായിട്ട് ഒരു 5 മിനിറ്റോളം സിമ്മിലിട്ട് വെക്കുന്നുണ്ട്. അപ്പം അത് കറക്റ്റായിട്ട് വെന്ത് കിട്ടുന്നതാണ്.
ഇതിലേക്ക് മന്തി സ്പെഷ്യൽ ഒരു കാര്യം കൂടി ചെയ്യണം. ഇവിടെ ഒരു 5 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. ഇത് റൈസിൻ്റെ മേലെ ഒന്ന് കുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ആവിയിൽ വേകുമ്പോൾ ആ പച്ചമുളകിൻ്റെ ടേസ്റ്റും കൂടെ വരുമ്പം റൈസിന് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഉണ്ടാകുന്നത്. ഇത് നമുക്ക് അവസാനം എടുത്ത് മാറ്റുകയോ അല്ലെങ്കിൽ റൈസിൻ്റെ കൂടെ സെർവ് ചെയ്യുന്ന സമയത്ത് ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലും അതുപോലെ ഹോട്ടലിലൊക്കെ കിട്ടുന്ന രീതിയിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കാര്യം കൂടി ചെയ്യണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ചാർക്കോൾ ഒന്ന് ചൂടാക്കിയ ശേഷം ഒരു ഡവറയിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഓയിലും കുറച്ച് ജീരകവും കൂടി ഇട്ടിട്ട് ഒരു 5 മിനിറ്റോളം നമ്മൾ സിമ്മിൽ വെക്കുക. അപ്പം ഈ സമയത്ത് ആ പുകയെല്ലാം കൂടെ ഈ റൈസിലും ചിക്കനിലും ഒക്കെ കൂടി വരുമ്പം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനി അതിൻ്റെ മേലെ നമ്മൾ ആദ്യമേ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന കളറിന് വേണ്ടിയിട്ട് കുങ്കുമപ്പൂ പാലിൽ കലർത്തിയതാണ്. ഇതും കൂടെ മേലെ ഒന്ന് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കുഴിമന്തി ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിക്കുക. കളറും കൂടി ആഡ് ചെയ്തതിന് ശേഷം ഇതൊന്ന് ഇളക്കി കൊടുക്കുക. എല്ലായിടത്തും എത്തുന്ന രീതിയിലൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുത്താൽ മതിയാകും. അപ്പം ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം, ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. ഇനി ഇതൊന്നും നമ്മൾ കടയിലൊന്നും പോയി മേടിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് വീട്ടിൽ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിഞ്ഞിരിക്കുവാണ്. പുതിയൊരു വീഡിയോയുമായിട്ട് ഉടൻ കാണാം. അതുപോലെ തന്നെ നമ്മൾ കുഴിമന്തി ഉണ്ടാക്കുമ്പം അതിൻ്റെ സൈഡ് ഡിഷായിട്ടുള്ള അറബിക് ചട്നി, അതായത് മന്തി ചട്നി, അതും കൂടെ ഉറപ്പായിട്ട് ഇതിൻ്റെ കൂടെ ഉണ്ടാക്കണം. എന്നാൽ മാത്രമേ ഒരു പെർഫെക്റ്റ് കോമ്പിനേഷൻ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പം അതിൻ്റെ റെസിപ്പി ഞാൻ ഉടൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.